ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള ക്ഷണമാണ് യേശുനാഥൻ നൽകുക. ആ ജീവൻ്റെ വഴിയിലേക്കുള്ള യാത്ര കഷ്ടതകളും ക്ലേശങ്ങളും ദുരിതങ്ങളും സഹനങ്ങളുമുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലാണ് തിരുവചനം നൽകുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ഇടുങ്ങിയ വാതിലിലൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളുമെല്ലാം അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകണം. അവിടെയാണ് ദൈവിക അനുഗ്രഹം കടന്നു വരിക. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാകണം നമ്മുടെ ജീവിതം. ദൈവത്തെ അറിഞ്ഞനുഭവിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സഹനങ്ങളും വേദനകളും എത്രയോ നിസ്സാരമായി കാണുവാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവിതം വെളിപ്പെടുത്തിയത് അതുതന്നെയല്ലേ? അവരുടെ ജീവിതത്തിലൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് തങ്ങളുടെ സഹനത്തിൻ്റെയും വേദനയുടെ നാളുകളിലും ദൈവത്തെ അനുഭവിച്ചുകൊണ്ടാണ്. ആയതിനാൽ നമ്മുടെ ജീവിതവും ഒരു സമർപ്പണമാക്കി മാറ്റുവാൻ പരിശ്രമിക്കാം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ, ഞാനായിരിക്കുന്ന ജീവിത അന്തസ്സിൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ള വഴികളാണ് എൻ്റെ മുമ്പിൽ തുറന്നു നൽകുക. അതൊരു പക്ഷേ ക്ലേശങ്ങളുടേതാകാം, സഹനങ്ങളുടേതാകാം, വേദനയുടേതാകാം. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ജീവൻ്റെ വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ അവസരം എല്ലാവർക്കുമുണ്ട്. ആ അവസരം അനുഗ്രഹമായി കാണുവാൻ പരിശ്രമിക്കാം. ആയതിനാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓ തമ്പുരാനെ, ജീവൻ്റെ വഴി കണ്ടെത്തിക്കൊണ്ട് ആ ദൈവിക സ്നേഹത്തിലേക്ക് നടന്നു നീങ്ങുവാനും ജീവൻ്റെ കിരീടം സ്വന്തമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.